നമുക്കൊരു തൃപ്തിയും സംതൃപ്തിയും മനപ്പൊരുത്തവും അതോടൊപ്പം തന്നെ അതോടൊരു അടുപ്പവും നമുക്കുണ്ട്. പക്ഷെ എന്നാലും പോകാൻ കഴിയാത്തവർക്ക് ഈ അടുപ്പമുണ്ടാകുന്നതോടൊപ്പം വളരെ നിർബന്ധമായ ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ച വിഷയമാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഖുർബാന എന്ന് പൊതുവെ രൂപത്തിൽ അള്ളാഹു പ്രീതിപ്പെടുന്ന രൂപത്തിൽ പ്രയോഗങ്ങൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. എല്ലാ നബിമാരും ഖുർബാന നടത്തിയവരാണ്. നബിമാരൊക്കെ പ്രവാചക ചരിത്രങ്ങളിലൊക്കെ ഖുർബാനയുടെ ബലിയുടെ ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നു. സൂറത്തുൽ ഹജ്ജിലെ 32, 33, 34 ആയത്തിലൊക്കെ നമുക്ക് കാണാം. അതിൽ പ്രയോഗം ഇപ്രകാരമാണ്: വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എല്ലാ സമുദായത്തിനും, ലികുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിനും ജഅൽന നമ്മൾ ആക്കിയിരുന്നു, മൻസകൻ ബലി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുൻകാല സമൂഹത്തിലും എന്തുണ്ടായിരുന്നു? ഉളുഹിയ്യത്ത് ഉണ്ടായിരുന്നു, ഖുർബാന ഉണ്ടായിരുന്നു, ബലിയർപ്പണം ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ ബലിയുടെ ലക്ഷ്യം? എന്താണ്? വെറുതെ അങ്ങനെ ഒരു കാർമ്മികത്വം നിർവഹിക്കൽ മാത്രമാണോ? അല്ല. ലിയദ്കുറു ഇസ്മല്ലാഹി, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഈ ബലി കൊണ്ടുള്ള ലക്ഷ്യം. അള്ളാഹിനെ ഓർക്കാത്ത ഒരു ബലിയാണെങ്കിലോ ഒരു കാര്യമില്ല. അപ്പൊ ഉളുഹിയ്യത്ത് അറുക്കുന്ന മനുഷ്യൻ ദുൽഹജ്ജ് 10, 11, 12, 13 ഈ ഏതെങ്കിലും തീയതിയാണല്ലോ അറുക്കുക. ആ അറവ് കഴിയുന്നത് വരെ കൃത്യമായി റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും വിചാരവും വികാരവും ഉണ്ടാവണം. അവിടെ നിർത്താൻ പറ്റുമോ? ആ വിചാരവും ചിന്തയും വികാരവും ഇല്ല, അതിനുശേഷവും ഉണ്ടാവണം. ലിയദ്കുറു ഇസ്മല്ലാഹി, അള്ളാഹുവിനെ കൃത്യമായി സ്മരിക്കുക എന്നുള്ളതാണ്. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി ഫഇലാഹുകും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ എന്നാണ്. അവിടെ ഒരുപാട് ദൗത്യങ്ങൾ പറഞ്ഞു, എല്ലാം വിശദീകരിക്കാൻ ഇപ്പം സമയം കിട്ടൂലല്ലോ. അപ്പൊ അവിടെ മറ്റൊരു ദൗത്യമായി പറഞ്ഞത് അള്ളാഹ് അവൻ നമ്മുടെ ഇലാഹാണ്. ഇലാഹ് അവൻ ഒരുവനാണ്. ഏകനായ ഇലാഹിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇത് മറ്റൊരു ദൗത്യമായിട്ടാണ് ബലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ബലിയുടെ ചരിത്രങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു. സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ ആയത്തിൽ പറഞ്ഞ പ്രയോഗം ഇപ്രകാരമാണ്: ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഏതൊക്കെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലാണ് എടുത്തു പറയേണ്ടുന്ന ബലി അർപ്പണങ്ങൾ നടന്നത് എന്നാണ്. ബലി മുൻകാല സമൂഹത്തിലുണ്ടായി എന്ന് പറഞ്ഞു. ഉമ്മത്ത്, മുൻകാല സമുദായത്തിൽ, മുൻകാല സമൂഹത്തിൽ, ഉമ്മത്തിൽ ഉണ്ടായിരുന്നു. അത് കേവലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ ഉമ്മത്തിൽ മാത്രമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എടുത്തു പറയേണ്ടുന്ന ചില വശങ്ങൾ സൂചിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ ചില ഗുണപാഠങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒന്നാമതായി ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. വത്ലു അലൈഹിം നബഅ ബനൈ ആദം ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖതുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹം ഖുർബാന, ആ ചരിത്രം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അവർ തമ്മിലുണ്ടായ ചില സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു അവർ ഖുർബാന സംഘടിപ്പിച്ചു എന്നാണ്. ഖുർബാന സംഘടിപ്പിച്ചു, ഒരാളുടെ ഖുർബാന പടച്ചോൻ സ്വീകരിച്ചിട്ടില്ല. ആ തർക്കങ്ങളിലേക്ക് പോവേണ്ടതില്ല, ചരിത്രം നമ്മൾ അറിയുന്നവരാണ്. അതിൽ ഒരാൾ മറ്റവരോട് പറഞ്ഞ രംഗമുണ്ട്: ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നമ്മുടെ രണ്ടാമത്തെ വിഷയം അതാണ്. അള്ളാഹു എല്ലാവരുടെയും ഖുർബാന സ്വീകരിക്കുമോ? ഇല്ല. അള്ളാഹു എല്ലാവരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കുമോ? ഇല്ല. അള്ളാഹു എല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കുമോ? ഇല്ല. ഇന്നമാ, തീർച്ചയായും, യതഖബ്ബലുല്ലാഹു, അള്ളാഹു സ്വീകരിക്കുക, മിനൽ മുത്തഖീൻ, ആരിൽ നിന്ന് മാത്രമാണ്? മുത്തഖികളിൽ നിന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 67, 68 ആയത്തുകൾ. അതിൽ 4-5 ആയത്തുകൾ വിശദീകരിക്കുന്ന ചരിത്രം. കൊലപാതകവുമായി നടന്ന ഒരു ചരിത്രത്തിൽ അതിന് പരിഹാരമായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം മൂസാ നബിയോട് ചോദിക്കുകയാണ്. അതിൽ ഇന്നല്ലാഹ യഅ്മുറുകും അൻ തസ്ബഹു ബഖറ ഖാലു വതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അവിടെയും പറഞ്ഞത് അൻ തസ്ബഹു
നിങ്ങൾ അറുക്കണം ബഖറത്തൻ, പശുവിനെ അറക്കണമെന്നാണ്. അപ്പം മറ്റൊരു ബലിയുടെ രൂപം അതാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബലിയാണ്. അതേപോലെ മൂന്നാമതായി നമുക്ക് ബലിയുടെ ചരിത്രം കാണുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ 260-ാമത്തെ ആയത്താണ്. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ ഖാല അവലം തുഅ്മിൻ. ഇബ്രാഹിം നബി ചോദിക്കാൻ, റബ്ബേ നീ പറയുന്നുണ്ടല്ലോ മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ, അല്ലാഹ് നീ പറയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാണ് റബ്ബ്. ശരി, അംഗീകരിക്കാം. കൈഫ തുഹ്യിൽ മൗതാ, അത് എങ്ങനെയാണ്? റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക, അതെനിക്കൊന്ന് കാണണം അല്ലെ. നമ്മളാരും കണ്ടിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബിയോട് റബ്ബിനെ തിരിച്ചു ചോദ്യമാണ്, ഖാല അവലം തുഅ്മിൻ. അപ്പൊ ഇബ്രാഹിം നബിയോട് ചോദ്യമാണ്, ഇബ്രാഹിം അപ്പൊ നിനക്ക് വിശ്വാസമായിട്ടില്ലേ? അല്ലാഹ് മരിച്ചവരെ ജീവിപ്പിക്കും എന്നുള്ളതിൽ നിനക്ക് ബോധ്യം വന്നിട്ടില്ലേ? ബല ഖാല ബല വലാകിൻ, ബോധ്യം വന്നിട്ടുണ്ട്. ബല, ബോധ്യം വന്നിട്ടുണ്ട്. വലാകിൻ, പക്ഷെ ഒരു കാരണം, ലിയതുമഇന്ന ഖൽബി, എന്റെ കൽബിന് ഒരു മനസ്സമാധാനം കിട്ടാൻ, കൽബിന് സമാധാനം കിട്ടാൻ, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഖാല ഫഖുദ് അർബഅതൻ മിനത്-ത്വയ്രി ഫസുർഹുന്ന ഇലൈക. പിന്നെ ചരിത്രം പഠിപ്പിച്ചു. പക്ഷിയെ കൊല്ലാൻ പറഞ്ഞു, അങ്ങനെ 4 മൂലയിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു, അതിനോട് എഴുന്നേറ്റ് പോകുന്നു പറഞ്ഞു. അപ്പൊ ആ പക്ഷി പറന്നു പോയി എന്നുള്ള ചരിത്രം അവിടെ വിശദീകരിക്കാൻ. അപ്പൊ പറഞ്ഞത് അവിടെ 3-ാമത്തെ ഭാഗമാണ്. 4-ാമതായി നമുക്കറിയാം ഇബ്രാഹിമിന്റെ ചരിത്രം തന്നെ സൂറത്ത് താഫാത്തിലെ ഭാഗമാണ് അല്ലെ. ഇന്നി അറാ ഫിൽ മനാമി അല്ലെ, ഉറക്കത്തിൽ സ്വപ്നം കാണാൻ. സ്വപ്നത്തിന്റെ ചരിത്രമാണ്. അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ സ്വപ്നം എന്താണ്? വഹ്യാണ്. ആ അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹ്യായതുകൊണ്ട് അമ്പിയാക്കന്മാർക്ക് ശേഷമുള്ള വഹ്യ് ലഭിക്കാത്ത ആളുകൾ, അത് ഉസ്താദാണ്, ആലിമാണ്, ഔലിയാണ്, പണ്ഡിതനാണ്, ഇന്നയാളാണ് എന്ന മഹത്വം കൊടുത്തുകൊണ്ട് അമ്പിയാക്കന്മാരല്ലാത്തവർക്കും സ്വപ്നം കണ്ടാൽ അമ്പിയാക്കന്മാരുടെ സ്വപ്നം തെളിവാകുന്നത് പോലെ അവരുടെ സ്വപ്നം തെളിവാണ് എന്ന് ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഒരു തെളിവുമില്ല. അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹ്യാണ്. അമ്പിയാക്കന്മാരുടെ സ്വപ്നമല്ലാതെ വേറെ അതിന് ശേഷമുള്ള ഒരാളുടെ സ്വപ്നവും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു, അതുപോലെ നടന്നു, ആയി, അപ്പൊ അയാൾക്ക് കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കൽ അബദ്ധമാണ്. എന്ന് മാത്രമല്ല, അവൻ നിഷേധത്തിലേക്കാണ് എത്തുക. കാരണം എന്താ? അങ്ങനെ ഒരാളുടെയും സ്വപ്നം അംഗീകരിക്കാൻ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പോ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വപ്നം എന്താണ്? അന്നി അൽബഹുക, ഞാൻ നിന്നെ അറുക്കാൻ പോവുകയാണ്. ആരെ? മകൻ ഇസ്മായിലിനെ അറുക്കാൻ പോവുകയാണ്. അപ്പൊ ഈ അറുക്കാൻ പോകുന്ന സ്വപ്നം കണ്ടു. ഇതാണ് 4-ാമത്തെ ചരിത്രം. അതിൽ ഈ 4 രൂപത്തിൽ ഖുർബാനയുടെ, ബലിയുടെ ചരിത്രം ഖുർആൻ പഠിപ്പിച്ചു. ആ ചരിത്രത്തിന്റെ വിശാലതയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇനി എങ്ങനെയാണ് ഒരു വിശ്വാസി അറുക്കേണ്ടത്? ഇത് ആരാധനയാണ്, ഇബാദത്താണ്. അപ്പം ബലി അർപ്പിക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഉദ്ഹിയ്യത്ത് എന്താണ്? ഇബാദത്താണ് എന്നർത്ഥം. നിസ്കാരം ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, മറ്റുള്ള കർമ്മങ്ങൾ ഇബാദത്ത് ആയതുപോലെ ഉദ്ഹിയ്യത്ത് ഇബാദത്താണ്. ആർക്കാണ് ഇബാദത്ത് ഉള്ളത്? ഹജ്ജിന് പോകാത്ത നമുക്കുള്ളതാണ്. എന്തിനു വേണ്ടി? ഹജ്ജാജികൾ പോയി മഹത്തായ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതുപോലെ റബ്ബ് നമ്മുടെ മേൽ ബാധ്യതയായി ഏൽപ്പിച്ച ഒരു അർപ്പണമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അതിന്റെ അർത്ഥവിശാലങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. നമുക്ക് ഒരുപാട് അറിയുന്ന അർത്ഥമുണ്ട്. കൈകെട്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെ, ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അവിടെ ആ വജ്ഹത്തുൽ പറയുന്ന ഒരു പദമുണ്ട്, വനുസുകി എന്ന പദം അല്ലെ. വനുസുകി എന്താ? അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ബലികളും എന്റെ അർപ്പണവും എന്നാണ്. വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ നമ്മൾ ഓതുന്ന ഒരു സൂറത്തില്ലേ, ചെറിയ സൂറത്ത്, നമുക്കൊക്കെ അതിന് സൂറത്ത് അറിയാം. ഏതാണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ല്ലേ, ഫസ്വല്ലി, നിസ്കരിക്കണം. ആർക്ക് വേണ്ടി? ലിറബ്ബിക, അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ നിസ്കരിക്കണം. വൻഹർ, എന്തുകൂടി ചെയ്യണം? ബലി അർപ്പിക്കുക കൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമാണ്. ആർക്കാണ് നിർബന്ധം? കോടീശ്വരന്മാർക്ക് നിർബന്ധമായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല. പിന്നെ ആർക്കാണ് നിർബന്ധം? ഉദ്ഹിയ്യത്ത് അർക്കൽ ആരുടെ പേരിൽ ബാധ്യതയാണ്?
ഓരോ മനുഷ്യനും ഉള്ള അമൽ യൗമുൻ നഹരി ഇലല്ലാഹ് മിൻ ഇഹ്റാഖിദ് ദം. ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് അള്ളാഹുവിന്റെ പേരിൽ രക്തം ഒലിപ്പിക്കുക എന്നുള്ളത്, ബലി അർപ്പിക്കുക എന്നുള്ളത്. ആരാണ് ഈ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ? ആരാണ് ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ 50,000 ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ പറയും 5,000 രൂപ, 6,000 രൂപ, 8,000 രൂപ, 10,000 രൂപ ഉദ്ഹിയ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ പാവപ്പെട്ടവനല്ലേ എന്ന് പറയുമ്പോൾ അത് ന്യായമാണോ? നാം ചിന്തിക്കേണ്ടതാണ്. അപ്പോ അന്നേ ദിവസത്തേക്ക് നമുക്ക് ബലിമൃഗത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച ഒരാൾ ഫലാ യഖ്റുബന്ന മുസല്ലാന, നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് അവൻ എന്ത് വേണ്ട, അവൻ വരേണ്ടതില്ല. എന്തുകൊണ്ട് വരാൻ പാടില്ല? അവന് അറുക്കാൻ വമൻ കാന ലഹു സഅതൻ, അറുക്കാൻ കഴിവുണ്ടായിട്ടും അവൻ അറുത്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. സ്ത്രീകളെ, പുരുഷന്മാരെ, കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ, നമ്മൾ ആലോചിക്കണം. ഇത്രയും കാലം നമുക്ക് കഴിവുണ്ടായിട്ട് അത്തരം ഒരു ഉദ്ഹിയ്യത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ലായിരിക്കാം, അത് നമ്മുടെ അപാകതയായിരിക്കാം. പക്ഷെ ഇനിയുള്ള ദിനങ്ങളിൽ നമുക്കതിനുള്ള യോഗ്യത എത്തിയിട്ട് നാം അത്തരം ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ഇളവുമില്ല. ഒഴിവാകാതിരിക്കാനാണ് ഇസ്ലാം ഷെയറിംഗ് സംവിധാനം പഠിപ്പിച്ചത്. പല ഷെയറിംഗ് നമുക്കറിയാം. ഉദ്ഹിയ്യത്തിലുള്ള ഷെയറിംഗ് നമുക്ക് ആട് അല്ലാത്ത വിഭാഗമാണെങ്കിൽ 7 ആൾക്കാർക്ക് വരെ കൂടാം, അല്ലെ? 7 ആൾക്കാർക്ക് വരെ കൂടാം. അപ്പൊ ആ പ്രായമെത്തിയ, വയസ്സെത്തിയ ഒരു കാലിയെ 7 പേർ കൂടുമ്പോൾ 5,000-ഓ 6,000-ഓ 7,000-ഓ മാത്രമേ ഒരാൾക്ക് ചെലവിലുള്ളൂ. ഒരു 7,000 രൂപ ചെലവാക്കണം. ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയാൽ നമുക്കൊരു ഉദ്ഹിയ്യത്ത് അറക്കാം. ചിലപ്പോ എന്റെ വീട്ടുകാരനും അയൽപ്പക്കത്തുള്ളവനും കൂടെ കൂടിയാൽ നമ്മുടെ 2 വീട്ടുകാർ കൂടിയിട്ട് ഉദ്ഹിയ്യത്ത് അറക്കാം. ഉപ്പയും മക്കളും ജ്യേഷ്ഠാനുജന്മാരും കൂടിയാൽ നമുക്ക് ഉദ്ഹിയ്യത്ത് അറക്കാം. ഒരാൾക്ക് 5,000-ഓ 6,000-ഓ 7,000 രൂപ ചെലവാക്കിക്കൊണ്ട് ഒരു കാലിയെ അറുക്കാൻ, അതിനുവേണ്ടി അർപ്പണം നടത്താൻ സാധ്യമാവാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഈ കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ അവരറുക്കേണ്ടതില്ല. കഴിയാത്തവരാണെങ്കിൽ ആ രൂപത്തിൽ ചെലവഴിക്കാൻ കഴിയുന്നവർ നിർബന്ധമായും ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ആടാണെങ്കിൽ ആ രൂപത്തിലാണ്. നമ്മുടെ ഇവിടെയും സംവിധാനമുണ്ട്. ആടിന് സംവിധാനമില്ല. ആടിന് സംവിധാനം ഇവിടെയുണ്ട്. 12,000 രൂപയാണ് ആട്. ആടിന് ഷെയറിംഗ് സംവിധാനമില്ല. അപ്പൊ ആടിനെയാണെങ്കിൽ തനിച്ചും, മറ്റേതാണെങ്കിൽ 7 വരെ ആളുകൾ പങ്കാളിത്തവുമാവാം. ചില ആൾക്കാർ ധരിച്ചത് 7 ആൾക്കാർ കൂടിയിട്ട് അറുക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. 2 പേര് കൂടിയിട്ട് അറുക്കാൻ പറ്റുമോ? പറ്റും. 3 പേര് കൂടിയിട്ട് അറുക്കാൻ പറ്റുമോ? പറ്റും. മാക്സിമം ആണ് 7 എന്ന് പറഞ്ഞത്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ ഒരു പങ്കാളിത്തം ആ വിഷയത്തിൽ ഉണ്ടാവണം. അത് വാങ്ങുക, ഒരാൾക്ക് കാശ് കൊടുക്കുക, അത് അറുക്കുക എന്നതിന് പകരം, എന്നതിന് പുറമെ, എന്നതിന് കൂടെ നമ്മൾ എന്തുകൂടി ചെയ്യണം? അതിലൊന്ന് കാണുക, തലോടുക, അതിന് ഭക്ഷണം കൊടുക്കുക, അതിന് വെള്ളം കൊടുക്കുക. ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അമ്പിയാക്കന്മാരൊക്കെ ആടിനെ വഹിച്ചവരായിരുന്നു എന്നാണ്. എന്തായിരുന്നു അതിന്റെ കാരണം? എന്തിനായിരുന്നു അതിന്റെ കാരണം എന്നാണ്. ഒന്ന്, 4 കാലികളെ നോക്കുന്നവരുടെ മനസ്സിൽ കരുണയുടെ, ആർദ്രതയുടെ, അലിവിന്റെ, ഒലിവിന്റെ മാറ്റമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് കാലികളെ നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചത്. ആ രൂപത്തിൽ നാം നമ്മുടെ മൃഗത്തോട് സ്നേഹം കാണിക്കുന്നവരാകണം. ആ രൂപത്തിൽ മൃഗത്തെ പരിപാലിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ഇന്ന് നമ്മൾ തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ്, എന്റെ അയൽപക്കത്തെ വീട്ടിൽ ഇന്നയാളുണ്ട്, ഇന്ന സ്ത്രീയുണ്ട്, ഇന്ന പുരുഷനുണ്ട്, എന്റെ ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്നവരുണ്ട്, അവരോട് പറയേണ്ടതുണ്ട്. അത് എന്റെ ദൗത്യമാണ്. അവരുടെ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്റെ പരിസരഫലമായി ഇന്ന കുടുംബത്തിൽ ഒരു കാലിയെങ്കിലും അറുക്കും എന്നൊരു തീരുമാനവുമായിട്ട് മാത്രമേ ഇന്ന് ഈ പള്ളി വിട്ട് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നൊന്നും കൂടി ഓർപ്പിക്കുകയാണ്. ആ രൂപത്തിൽ നാം ആലോചിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് ആരാധനയുടെ മുഖമാണിത് എന്ന് പറഞ്ഞു. ഇത് എല്ലാം അള്ളാഹുവിന്റെ പേരിലാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എങ്കിൽ എന്തൊക്കെയാണ് ബലികൾ ഉള്ളത്? ഏതൊക്കെ രൂപത്തിലാണ്? ഒന്ന് ഉദ്ഹിയ്യത്ത് തന്നെയാണ്. മറ്റൊന്ന് അഖീഖയാണ്. അഖീഖ നമുക്കറിയാം, കുട്ടി ജനിച്ചാൽ നാം അറുക്കാറുണ്ട്. അതാണ് അഖീഖ എന്നുള്ളത്. മറ്റൊരു അർപ്പണം നേർച്ചയാണ്. നേർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയിൽ വരുന്ന വലിയൊരു വിഭാവനമുണ്ട്, അല്ലെ? എന്തൊക്കെയോ ചെണ്ടയും
ആൾക്കൂട്ടവും അതേപോലെ സദ്യയും അതേപോലെ ഒരുപാട് പരിപാടികൾ നമുക്ക് വരും. റോഡ്, ആളുകൾ തിങ്ങുന്നു, വാഹനങ്ങൾ പോകുന്നു, കച്ചവട തിരക്കുകൾ ഒക്കെയാണ് നേർച്ച എന്ന് പറയുമ്പോൾ സമൂഹം ഉണ്ടാക്കി വെച്ച ഒരു ചിത്രം. എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യം ഞാൻ നിർബന്ധമായും ചെയ്യും എന്ന് ഒരാൾ മാനസികമായി തീരുമാനിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുക, അതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും നോമ്പ് നോക്കും എന്നൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നേർച്ചയായി. ആ നേർച്ച വീട്ടിൽ നിർബന്ധമാണ്. ഈ രൂപത്തിൽ നേർച്ചയുടെ അർപ്പണങ്ങളുണ്ട്. നേർച്ചയാക്കിയ അർപ്പണങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന തെറ്റായ ഒരു നേർച്ച സൂചിപ്പിക്കേണ്ടതാണ്. എന്താണ്? എന്റെ ഇന്ന കാര്യം പൂർത്തീകരിച്ചാൽ റബ്ബേ ഞാനിത് ഇന്ന നന്മ ചെയ്യാം, അല്ലെ? എന്റെ ഇന്നയാളുടെ രോഗം മാറ്റിയാൽ ഞാൻ 10,000 രൂപ ഇന്നത്തെ ദാനം ചെയ്യാം. അതും ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നാലാമതായി കഫാറത്തിന്റെ ബലിയാണ്. നമ്മുടെ ഹജ്ജിൽ തെറ്റുപറ്റിയാൽ പ്രായശ്ചിത്തമുണ്ട്, കഫാറത്തായി. അങ്ങനെ കഫാറത്തിന്റെ ബലിയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു ബലിയാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെയാണ് അറുത്തത്. ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. ആ മകന് അറുക്കാൻ പോകുമ്പോ ഒരു പിതാവിനെ മനോന്നല്ല, ചില കള്ളക്കഥകൾ പഠിപ്പിക്കുന്നത് മകനെ അറുക്കാൻ ഉപ്പ സ്വപ്നം കണ്ടു എന്നാണ്. ഖുർആന് വിരുദ്ധമായ ഒരു കള്ളക്കഥ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. ഉപ്പ മകനെ അറുക്കാൻ സ്വപ്നം കണ്ടു. അങ്ങനെ ഭാര്യ ഹാജറയോട് ഈ സ്വപ്നം കണ്ട കഥയൊന്നും പറഞ്ഞില്ല. ഞാനും മകനും ടൂർ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പോകാൻ ഒരുങ്ങി, യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ ഭാര്യയും മകനും കാണാതെ കയർ ഒളിപ്പിച്ചു വെച്ചു. അല്ലാത്ത യാത്രയായിരിക്കും. ഭാര്യയും മകനും കാണാതെ കയറൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള യാത്ര. അങ്ങനെ കയർ ഒളിപ്പിച്ചു വെച്ചു. യാത്ര പോയി. ഒരു മലമുകളിൽ കയറി, മലയുടെ മുകളിൽ കയറിയിട്ട് മകൻ ശ്രദ്ധിക്കാതെ മകനെ കയറിട്ട് വരിഞ്ഞു മുറുക്കി. അങ്ങനെ മുറുക്കിയ മകന്റെ കഴുത്തിൽ ബാഗിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഒരു വെട്ടി മുറിഞ്ഞിട്ടില്ല. അങ്ങനെ കഴുത്ത് മുറിയാതിരുന്നപ്പോ വീണ്ടും കത്തി മൂർച്ചയാക്കി നല്ല മൂർച്ചയുണ്ട്. ഉറപ്പിച്ചപ്പോ ഒന്നുകൂടി കഴുത്തിന് വെട്ടി, മുറിഞ്ഞിട്ടില്ല. പിന്നെയും കത്തി മൂർച്ച കൂട്ടി, വീണ്ടും കഴുത്തിന് മുറിച്ചു നോക്കി, മുറിയുന്നില്ല. അപ്പൊ അള്ളാന്റെ പ്രഖ്യാപനം എന്ത് ചെയ്യണ്ട, അറുക്കണ്ട. ഇത് കള്ളക്കഥയാണ്. അറുക്കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇതിന്റെ ഇടയിൽ വന്നത് കള്ളക്കഥകളാണ്. അങ്ങനെ കഥയില്ല. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന നബിമാര് കളവ് പറയില്ല എന്നാണ്. നബിമാര് കളവ് പറയാത്തവരാണെന്നാണ്. നബിമാര് തെറ്റുകൾ പറ്റാത്തവരാണ് എന്നാണ്. ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു നബിയെ കുറിച്ച് കളവ് പറഞ്ഞു. എന്താ കളവ്? ഭാര്യയോട് പറഞ്ഞു ടൂർ പോവാണ്. കളവ് പറഞ്ഞിട്ട് ഒരു നബി പോയെന്ന് പറഞ്ഞാൽ ആ നബിനെ മനുഷ്യന്മാർ വിശ്വസിക്കുവോ? ഇല്ല. രണ്ടാമതായി മകനോടും കളവ് പറഞ്ഞു. രണ്ടാമത്തെ കളവ് മകനോടും കളവ് പറഞ്ഞു. അപ്പൊ ഒരു നബി കളവ് പറഞ്ഞു വിശ്വസിച്ചാൽ മുസ്ലിമാണോ? അല്ല. പിന്നെ മൂന്നാമതായി വരിഞ്ഞു മുറുക്കി. അപ്പൊ അനുസരണയില്ലാത്ത മകൻ, അല്ലെ? കളവ് പറയുന്ന പിതാവും അനുസരണയില്ലാത്ത മകനുമാണ് ചരിത്രം പഠിപ്പിച്ചത്. ഉറപ്പാണ്. ഇത് മുസ്ലിങ്ങൾ പഠിപ്പിച്ച ചരിത്രമല്ല. ഇത് ജൂതന്മാരോ ശിഹാക്കളോ ഉണ്ടാക്കി. പക്ഷേ ചില പള്ളികളിൽ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ ഇത് കഥയായി പ്രചരിപ്പിക്കുന്നു. ഇപ്പോഴും എഴുത്തിലും പ്രഭാഷണത്തിലും അത് പറഞ്ഞു കേൾക്കുന്നു. സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് സാഫാത്തിൽ പറഞ്ഞ ആയത്തിന് വിരുദ്ധമാണത്, അല്ലെ? നമുക്ക് ആയത്തറിയാം, ചരിത്രം അറിയാം, അതിന്റെ വസ്തുത അറിയാം. വസ്തുത അറിയുന്ന നമ്മൾ ഈ യാഥാർത്ഥ്യം സമൂഹത്തിന് പഠിപ്പിക്കേണ്ടത് ബാധ്യതയായി ഏറ്റെടുക്കേണ്ടവരാണ്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, മോനെ ഞാൻ സ്വപ്നം കണ്ടു നിന്നെ അറുക്കാൻ. അപ്പോ ഉപ്പാനോട് പറയാൻ, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സ്വാബിരീൻ. യാ അബതി, ഖുർആന്റെ ആയത്താണത്. ഉപ്പയോട് മകൻ പറഞ്ഞു, എന്ത്? വരിഞ്ഞു മുറുക്കിയ മകനല്ല. ഉപ്പയോട് മകൻ പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. ഉപ്പ നിങ്ങൾ ചെയ്തോ, അല്ലാഹു കൽപ്പിച്ചല്ലേ, ചെയ്തോ. ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാഅല്ലാഹ്. സതജിദുനി ഇൻഷാഅല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. എങ്ങനെ കാണാം? മിനസ് സ്വാബിരീൻ, ക്ഷമാശീലരിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഉപ്പ ചെയ്തോ, അല്ലെ? എന്നിട്ട് അറുക്കാൻ കിടത്തുമ്പോ മലർന്നു കിടക്കുന്ന മകൻ പറഞ്ഞു, എന്നെ ചെരിച്ചു കിടത്തിയാൽ ഉപ്പാക്ക് എളുപ്പമാവും മറക്കാൻ. കാരണം ഉപ്പാക്ക് എന്റെ മുഖം കാണുമ്പോ ആർദ്രതയുണ്ടായേക്കാം. പിതാവാണ്, ആർദ്രതയുണ്ടായേക്കാം. അങ്ങനെ ചെരിച്ചു കിടത്തുന്ന പിതാവ് അറുക്കാൻ കത്തി വെച്ചിട്ടില്ല, കത്തിക്ക് മൂർച്ച കൂട്ടിയിട്ടില്ല. അറുക്കാൻ സ്വപ്നം കണ്ടു, അറുക്കാൻ ഒരുങ്ങുന്നു. ആ സ്വപ്നം മകനോട് പറയുന്നു, സ്വപ്നം ഭാര്യയോട് പറയുന്നു. അങ്ങനെ അറുക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് അല്ലാഹുവിന്റെ കൽപ്പന, വേണ്ട, അറുക്കണ്ട, പകരം ഒരു ആടിനെ അറുത്തോ എന്ന്.
എത്ര വിശാലമായ ചരിത്രം, എത്ര രസമുള്ള ചരിത്രം, കേൾക്കുമ്പോൾ വികാരമുണ്ടാകുന്ന, തഖ്വയുണ്ടാകുന്ന ചരിത്രം. പക്ഷേ അതിനെ ആരൊക്കെയോ വളച്ചൊടിച്ചു. സമൂഹം തെറ്റാണല്ലോ കൂടുതൽ പഠിക്കുക, ആ രൂപത്തിൽ തെറ്റുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അള്ളാഹു തെറ്റുകൾ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആ ഒരു ദൗത്യം ഇനി ഏറ്റെടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ആരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ? ആരാണ് ഞാൻ? ആരാണ് നിങ്ങൾ? ആരാണ് നമ്മൾ? നമ്മൾ ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളുമാകുന്ന ഈ മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. എന്താ ഇബ്രാഹിം മില്ലത്തിന്റെ പ്രത്യേകത? ഹനീഫ, ഹനീഫാൻ, ഋജുവാൻ, കൃത്യമായുള്ളതാണ്, നേർക്കുനേരെയുള്ളതാണ്. ഇബ്രാഹിമിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. അള്ളാഹു ആ മില്ലത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇബ്രാഹിം മില്ലത്തിൽ നിങ്ങൾ എത്തിച്ചേരണം എന്ന് പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുവാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ പിതാമഹന്റെ മാർഗത്തിൽ എത്താൻ പ്രാർത്ഥിക്കണം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ഉദ്ഹിയ്യത്തിന്റെ മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ദഅവത്തിന്റെ മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ദുആഇന്റെ മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അല്ലാഹുവിന്റെ ദുആയുടെ മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പ്രാർത്ഥനയുടെ മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് റസൂലുള്ളാഹിയുടെ മില്ലത്താണ്. അതുകൊണ്ട് തന്നെ ആ മില്ലത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരല്ല? മുശ്രിക്കല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഞാനാണ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. കണ്ടോ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുത്ത, ബിംബത്തെ തകർത്ത, തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട, പിതാവ് അവഗണിക്കപ്പെട്ട, പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ പ്രയോഗം വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. എന്തായിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം? ശിർക്ക് എന്നുള്ളത് മനുഷ്യനെ എപ്പോഴും സംഭവിക്കാം. വലിപ്പത്തരം അത് ശിർക്കിന്റെ ഭാഗമാണ്. ഞാനാരാ അല്ലെ? ആ വലിപ്പത്തരം മനുഷ്യനെപ്പോഴും സംഭവിക്കാം. വലിപ്പത്തരം ശിർക്കിലേക്ക് എത്തിക്കാം, അഹങ്കാരത്തിലേക്ക് എത്തിക്കാം. അഹങ്കാരം എവിടത്തേക്കാ? നരകത്തിലാണ്. അഹങ്കാരം സ്വർഗത്തിലെത്തൂല എന്നാണല്ലോ. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ആരല്ല? മുശ്രിക്കുകളിൽ പെട്ടവനല്ല. സഹോദരന്മാരെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് ഉദ്ഹിയ്യത്ത്. നമ്മളെല്ലാവരും ഇന്ന് ആ വിഷയം തയ്യാറെടുക്കണം. അത് നമ്മുടെ പ്രചരണ പ്രബോധന മാർഗമായി ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.